ഡ്രാമയിൽ അധികം ഫൈറ്റ് വരുന്നില്ല സിനിമയില്. സിനിമയിൽ ആക്ഷൻ ഉണ്ട്, ഇല്ലെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ അങ്ങനെ ഡ്രാമയിൽ കൂടുതൽ ഫൈറ്റിൽ കുറവ്, ഇമോഷണൽ കൂടുതൽ അങ്ങനല്ല ഈ സിനിമ. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഡ്രാമ തന്നെയാണ്. എനിക്ക് ഏറ്റവും വർക്കായത് ഇതിന്റെ ഡ്രാമ തന്നെയാണ്. ഇതൊരു കഥാപാത്രത്തിനെ പിന്തുടർന്ന് പോകുന്ന ഒരു നറേറ്റീവുള്ള ഒരു സിനിമയാണ്. രാജീവ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ പിന്തുടർന്ന് പോകുന്ന ഒരു സ്വഭാവം ഈ നറേറ്റീവിനുണ്ട്. അപ്പൊ ആ കഥാപാത്രം കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഡ്രാമയും ത്രില്ലും ഇമോഷൻസും ആക്ഷനും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിനെ ഒരു പ്രത്യേക ജോണറിലേക്ക് ക്ലാസിഫൈ ചെയ്ത് കെട്ടിയിടാൻ പറ്റുന്ന ഒരു സിനിമയല്ല. ഇതിനെ ഒരു ആക്ഷൻ സിനിമ എന്ന് വിളിക്കാനോ ഒരു ത്രില്ലർ സിനിമ എന്ന് വിളിക്കാനോ ഈവൻ ഒരു പ്യോർ ഡ്രാമ എന്ന് വിളിക്കാനോ പറ്റുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ സിനിമയ്ക്ക് അതിന്റെ സ്വഭാവമുണ്ട്, പല പല ജോണറുകളിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരു സിനിമയാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വാചകമാണ് ഈ സിനിമയെ കുറിച്ച്. സുപരിചിതമായ കഥാസാഹചര്യങ്ങൾ അത്ര സുപരിചിതമല്ലാത്ത രീതിയിൽ പറയുന്ന ഒരു സിനിമ. അപ്പൊ നിങ്ങൾ ഈ സിനിമ കാണാൻ വരുമ്പോഴും ആ രീതിയിൽ ഒരു ഓപ്പൺ മൈൻഡോട് കൂടി വന്നാൽ നന്നായിരിക്കും. കാരണം ഒരു പക്ഷേ നിങ്ങൾ അത്ര യൂസ്ഡ് ആയിട്ടുള്ള ഒരു നറേറ്റീവ് സ്റ്റൈലല്ല ഈ പടത്തിന്റെ. അത് ഫ്രം ദ ഫസ്റ്റ് ഷോട്ട് നിങ്ങൾക്ക് കഥ പറയുന്ന രീതി അൺയൂഷ്വൽ ആണ് എന്ന് തോന്നുകയും മേ ബി അത് ഒരുപാട് നിങ്ങൾ തന്നെ പ്രീകൺസീവ്ഡ് ആയിട്ടുള്ള നോഷൻസ് ആയിട്ട് വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനൊരു കണക്ട് കിട്ടാത്ത പോലെ തോന്നിയേക്കാം. സോ കം വിത്ത് എൻ ഓപ്പൺ മൈൻഡ്.